ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് പ്രൊമോ വിശേഷം കേട്ടാലോ? അങ്ങനെ നമ്മുടെ രോഹിത്ത് വീട്ടിലെത്തി എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടുവല്ലോ. ഈ വീട്ടിലെത്തിയ ആളിന് രോഹിത്തിന് മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. താൻ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ താൻ ഒരു പീഡന പ്രതി എന്ന രീതിയിൽ അത്രയും നാൾ ജയിലിൽ കിടന്നു, പോലീസുകാരുടെ തല്ല്, പിന്നെ പത്രത്തിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു കണക്കിന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ താൻ അവിടെ പോയി എന്നുള്ളൊരു തെറ്റൊഴിച്ച് താൻ ആ പെൺകുട്ടിയെ ഒന്ന് ശരീരത്തിൽ തൊടുക പോലും ചെയ്തിട്ടില്ല. എങ്കിലും തനിക്ക് ഈ ഒരു പേരുദോഷം കേൾക്കേണ്ടി വന്നു. തൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ആ വന്നത്. രോഹിത്ത് ആ കൂട്ടുകെട്ടിൽ അകപ്പെട്ടത് കൊണ്ട് മാത്രമാണ് രോഹിത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. പക്ഷേ എങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഫേസ് ചെയ്യാനുള്ള മാനസികാവസ്ഥ രോഹിത്തിനില്ലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി റൂമിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് അലീന ഫുഡ് പിന്നെ കോഫിയും ജ്യൂസൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. അപ്പം ഡോറെ മുട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ അത് എന്നെ ശല്യപ്പെടുത്തുന്നത്, ജയിലിൽ പോലും ഇത്രയും ശല്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീനയെ മക്കിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ അലീന പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കുടിക്കുക, ഞാൻ അവിടെ വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കുമെന്ന് പറയും. എൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. വെച്ച ശേഷം അലീന പറയും, എപ്പോഴും ഇങ്ങനെ റൂമിനകത്ത് അടച്ച് തന്നെ ഇരിക്കേണ്ട രോഹിതെ, നമുക്കെല്ലാവർക്കും അറിയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഉപദേശിക്കണം. അപ്പോഴത്തേക്കും രോഹിത് പറയും, അതെ എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാവോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ഒരുപാട് ഉപദേശങ്ങളോ അല്ലെങ്കിൽ അവനെ നന്നാക്കാനുള്ള ശ്രമമൊന്നും എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആയി വരണം. അത് അലീന മനസ്സിലാക്കി തന്നെയാണ് ബാലേന്ദ്രൻ്റെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കണം. അവൻ ദേഷ്യപ്പെട്ടാലും നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കണമെന്ന്. അപ്പോൾ അലീന പിന്നൊന്നും പറയാൻ പോയില്ല. അലീന തിരിഞ്ഞ് റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ നിന്നതും ഈ രോഹിത് ആ ടേബിളിൽ കൊണ്ടുവച്ച ചായയും ആ ജ്യൂസും എല്ലാം കൂടെ പാത്രത്തെ പടി ഒരൊറ്റ തട്ട് കേട്ടോ, കംപ്ലീറ്റും അവിടെ പോട്ടെ. അലീന പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഈ ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ സ്കൂളിൽ നിന്ന് വന്നതും മേളിൽ ഈ ഒരു ഒച്ച. കൃഷ്ണമോൾ ഓടി ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട രംഗം, ഈ ചില്ല് ഗ്ലാസും ഇതെല്ലാം രോഹിത്ത് പൊട്ടിച്ചിട്ട് പതറി നിൽക്കുന്ന അലീന ചേച്ചിയാണ് കാണുന്നത്. കൃഷ്ണമോൾക്ക് എന്ത് പറയണമെന്നറിയില്ല. അലീനയ്ക്ക് മനസ്സിലായി. അലീന ക്ഷമയോടെ തന്നെ നിന്നു. എന്നിട്ട് ആ ചില്ലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിച്ചു, എന്താ രോഹിത്തേട്ടാ ഈ കാണിച്ചത്, ചേട്ടന് കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ അതൊക്കെ കൊണ്ടുവന്നത്, അത് എന്തിനാ തട്ടിക്കളഞ്ഞത്, രോഹിത്തേട്ടൻ എന്തിനാ ഇത്രയും ദേഷ്യമൊക്കെ കാണിക്കണേ, എനിക്ക് ആരെയും കാണണ്ട, എൻ്റെ റൂമിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയി തരാവോ, നിങ്ങളെന്ന് എനിക്ക് കാണണ്ട, എന്നെ ഒന്ന് വെറുതെ വിടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് തെറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ആ ചില്ലും ആ പൊട്ടിയ പാത്രങ്ങൾ അതെല്ലാം എടുത്ത് ആ ട്രെയിൽ തന്നെ വെച്ച് അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അലീന ഒന്നും പറയാൻ നിന്നില്ല. കാര്യം എന്ന് വെച്ചാൽ രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അലീനയ്ക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോൾ ചെന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, രോഹിത്തേട്ടനെ അറിയാവോ, രോഹിത്തേട്ടനെ പുറത്തിറക്കാൻ വേണ്ടി അലീന ചേച്ചി എന്തോരം ഓടിയെന്നറിയാവോ, ആരുടെയൊക്കെ കാല് പിടിച്ചു എന്നറിയാവോ, എന്തിനാ എന്നെ ഇറക്കിയോ, രോഹിത്ത് ദേഷ്യപ്പെടണേ, ഞാൻ ആ ജയിലിൽ കിടന്നോളുമായിരുന്നല്ലോ, എന്തിനാ എന്നെ പുറത്തിറക്കി, ഞാൻ എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് വല്ലാണ്ട് വയലൻ്റ് ആവേണേ. അപ്പോൾ ആ കൃഷ്ണമോളൊന്നും പറഞ്ഞില്ല. കൃഷ്ണമോൾ സങ്കടപ്പെട്ടുകൊണ്ട് താഴെ വരെയാണ്. താഴെ വന്ന ശേഷം നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് വിഷമത്തോടെ പറയും, അച്ഛാ രോഹിത്തേട്ടൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, എല്ലാവരോടും ദേഷ്യവും ഭയങ്കര ഒരു വല്ലാത്ത മാനസികാവസ്ഥ, പറയണ ജയിലിൽ നിന്ന് എന്തിനാ ഇറക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടോ ദേഷ്യപ്പെടുന്ന. ആഹാ അത് കൊള്ളാലോ, ബാലചന്ദ്രൻ പറഞ്ഞു, ഇപ്പം ജയിലിൽ നിന്ന് ഇറക്കിയതായോ കുറ്റം, എന്നാൽ പിന്നെ ജയിലിൽ തന്നെ തിരിച്ചു കൊണ്ടാക്കാം, അവൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ. അപ്പം കൃഷ്ണമോൾ പറഞ്ഞു, അച്ഛാ അതുകൊണ്ടല്ല, ചിലപ്പോൾ നമ്മളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴേക്കും അലീന കിച്ചണിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, അതല്ല അച്ഛാ, കാരണം നമ്മൾ ഈ സമയത്ത് ക്ഷമ തന്നെ വേണം. നമ്മൾ അവനോട് ദേഷ്യപ്പെടാനോ ഉപദേശിക്കാനോ ഒക്കെ ഓവറായിട്ട് ചെല്ലുമ്പോൾ അവൻ ആ മൈൻഡ് ഒന്ന് ഇതായി എടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവൻ്റെ അവസ്ഥയും കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ മനസ്സും ഒക്കെ നമ്മളും കാണാൻ ശ്രമിക്കണമല്ലോ. അല്ലാണ്ട് നമ്മൾ അവൻ്റെ ഒപ്പം ദേഷ്യവും പിണക്കവും വിരോധവും ഒക്കെ കാണിച്ച് നിന്നാലും പറ്റില്ലല്ലോ. അങ്ങനെ നിന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബബിത പറഞ്ഞിട്ടുണ്ട്, അവിടെ താഴെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണമോൾ വന്നപ്പോഴത്തേക്ക് ചോദിച്ചു, എന്തായിരുന്നു മേളിലൊരു ബഹളവും പൊട്ടിത്തെറിയൊക്കെ. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഇങ്ങനെ അലീന ചേച്ചിയെ ചായയും ജ്യൂസും കൊണ്ട് കൊടുത്തതിന് രോഹിത്തേട്ടൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അവൾക്കത് വേണം, അവൾ ഏതുണ്ടോ മലമറിക്കണ ചെയ്തു എന്നും വിചാരിച്ചുകൊണ്ടാണ് അവൾ വലിയ ആളായിട്ട് കയറിപ്പോയത്, എനിക്കറിയായിരുന്നു അവിടെ അത് തന്നെ നടക്കുമെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞു, ബബിതേച്ചിക്ക് ഒട്ടും
ഒരു വിവരമെന്ന് പറയണേ ഇല്ലേ, ഒരു ബുദ്ധി ഇല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കില്ല. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് ബബിത കൃഷ്ണമോളെ ഉപദേശിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ബാലേന്ദ്രൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ രോഹിത്തിൻ്റെ റൂമിലോട്ടൊന്ന് ചെല്ലും കേട്ടോ. റൂമിലോട്ട് ചെന്നിട്ട്, കാരണം ഡോറെ തട്ടയാണ്, കാരണം എന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് കുറച്ചൊന്ന് സ്നേഹത്തോടെ അടുത്തിരുന്ന് കുറച്ചൊന്ന് സംസാരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു റിലാക്സേഷൻ അവന് കിട്ടുമോ എന്നറിയില്ല. നിനക്ക് എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിച്ച് ഡോറ് ഒന്ന് തുറക്കും. രോഹിത് ബാലേന്ദ്രൻ ഡോറെ മുട്ടുമ്പോൾ രോഹിത് വന്ന് ഡോറൊക്കെ എന്താണെന്ന് ചോദിക്കുക. നിനക്ക് എന്താ പറ്റുക, നീ എന്തിനാ മോനെ എപ്പോഴും ഇങ്ങനെ ഡോറ് അടച്ച് ഇങ്ങനെ മുറിക്കകത്ത് തന്നെ ഇരിക്കണം, നീ പുറത്തോട്ടൊക്കെ ഇറങ്ങുക, ഇതൊരു കുടുംബമൊക്കെ ആയിട്ട് കഴിയണല്ലേ, അപ്പോൾ എല്ലാവരോടും സംസാരിച്ചൊക്കെ ആയിട്ട് പോ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് മാനസികാവസ്ഥയിൽ കരയണോ, തനിക്ക് താൻ എന്ത് ചെയ്യണം, ഒരുതരം ഭ്രാന്തമായ ഒരു അവസ്ഥ പോലെ ഇങ്ങനെ രോഹിത് കാണിക്കുന്നത്. ബാലചന്ദ്രൻ പറ്റാവുന്ന പോലെയൊക്കെ പറഞ്ഞു. പക്ഷേ ബാലചന്ദ്രൻ ദേഷ്യപ്പെടാൻ നിന്നില്ല. കാരണം അലീന പറഞ്ഞ കാര്യം ബാലേന്ദ്രൻ ഓർക്കണം. ഈ സമയത്ത് നമ്മൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഒന്നും കൂടെ അവൻ മാനസികമായിട്ട് ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ ലെവലിലെത്തും. അതുകൊണ്ട് നമ്മൾ അവനോട് ഈ സമയത്ത് നമ്മൾ ക്ഷമയും ആ ഒരു താഴ്ന്ന രീതിയിൽ നിന്നാൽ മതി, കുറച്ച് ദിവസം കൊണ്ട് അവൻ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അലീന പോവാണ് കേട്ടോ. അപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദേഷ്യപ്പെടാനൊന്നും അച്ഛൻ നിൽക്കണ്ടെന്ന്. എങ്കിലും ബാലചന്ദ്രൻ കുറച്ച് നേരം അവനുമായിട്ട് സംസാരിച്ചിട്ട് താഴെ ഇറങ്ങി ഇങ്ങി പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മൾ കൃഷ്ണമോള് ഇങ്ങനെ ഹോളിൽ താഴെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെ രോഹിത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ജയിലിൽ നിന്ന് ഇറക്കിയതാണോ നമ്മൾ ചെയ്ത തെറ്റ്, നമ്മൾ അവന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, അതൊന്നും അവൻ മനസ്സിലാക്കാത്ത തന്നെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം രോഹിത് മേളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുമെങ്കിലും മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതേ സമയം നമ്മളെ കൃഷ്ണമോള് ഹോളിൽ നിന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് രോഹിത് ആ ബാൽക്കണിയിൽ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം കേട്ടോ, താഴോട്ട് നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് നോക്കുമ്പോൾ രോഹിത്തിൻ്റെ മുഖമൊക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ എന്തോ ഇപ്പം എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ താഴേക്ക് ചാടണോ അങ്ങനത്തേക്കുള്ള ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ കൃഷ്ണമോൾക്കൊരു സംശയം, ഇനി രോഹിത്തേട്ടൻ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുകയാണോ എന്നുള്ളത്. ഇതേ സമയം രോഹിത് മേളിൽ നിന്ന് ചിന്തിച്ചതും സെയിം കാര്യം തന്നെ, വേറെ ഒന്നുമല്ല, താനിക്ക് എന്തെങ്കിലും ചെയ്താലോ, ഞാൻ ഇനി എന്തിനാ ജീവിക്കണേ, ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും, അങ്ങനത്തെയൊക്കെ 100 ചിന്തകൾ രോഹിത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരേണ്ട കേട്ടോ. ആ ഒരു നിമിഷം രോഹിത്തിൻ്റെ മനസ്സ് കയ്യിൽ നിന്ന് പോവാണ്. രോഹിത് വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്ന് ചാടാം, ഒന്നുകിലും മരിക്കും എന്നുള്ളൊരു രീതിയിൽ രോഹിത് ചാടാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും കൃഷ്ണമോൾക്ക് മനസ്സിലായി രോഹിത്തേട്ടൻ ചാടും എന്നുള്ളത്. കൃഷ്ണമോൾ വേറെ ഒന്നും നോക്കില്ല, അച്ഛാ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഒരൊറ്റ വിളി അങ്ങ് വിളിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ മോളെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ കൃഷ്ണമോൾ മേളിലോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ രോഹിത് മേളിൽ നിന്ന് താഴെ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഇത് കണ്ടതും പറയാനുണ്ടോ, ബാലചന്ദ്രൻ്റെ റിലേ അങ്ങ് പോവാണ്, എന്ത് ചെയ്യണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അത്ര ഒരു കാഴ്ചയല്ലേ കാണുന്നത്. അവിടെ നിന്ന് ചാടിയാൽ തന്നെ ഒന്ന് തലയിടിച്ചാൽ പോരെ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ പറ്റണേ. അപ്പോൾ എന്തു പറ്റും മോനേന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തേന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഒന്നും അങ്ങനെ ചാടല്ലേ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സീനൊക്കെയാണ് നാളെ വരുന്നത്. അപ്പോൾ നാളെ ചിലപ്പോൾ സീനിൽ ഇനി ചാടുന്ന രംഗം വരുമോ എന്നുള്ളത് അറിയത്തില്ല, എങ്കിലും ഏകദേശം നമ്മുടെ സ്റ്റോറി ബേസ് ചെയ്തുള്ളതിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രോഹിത് ചാടാൻ ശ്രമിക്കുമോ അതോ ചാടുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഒരു നിമിഷം കൃഷ്ണമോള് പകച്ചു പോവുകയാണ്. അതേ അവസ്ഥ തന്നെ നമ്മുടെ ബാലചന്ദ്രനും രോഹിത്തിൻ്റെ ഈ നിപ്പ് കണ്ടിട്ട് അങ്ങ് പേടിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് നമ്മുടെ രോഹിത്തിന്. ആരോടും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ തൻ്റെ വിഷമങ്ങളൊന്നും പറയാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷേ അതിന് സ്വാഭാവികമായിട്ട് അതൊക്കെ അലീന മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സീന് ഞാൻ വിട്ടു, നമ്മുടെ മനു അലീനയെ ഒന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായി, രോഹിത് വന്നോ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞു, അവന് മെൻ്റലി ഒരു അത്ര ഇതല്ല, ഒരു ദേഷ്യവും മറ്റുള്ളവരെയൊക്കെ ഒരു വെറുപ്പ് പോലെയൊക്കെയാണ് കാണുന്നത്.
വന്ന അതൊക്കെ മാറിക്കോളും. ഞാൻ എന്തായാലും നാളെ ഒന്ന് അവൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം അലീന ചോദിക്കും അവിടെ എന്തായി മനുവേട്ടാ, അവിടെ എന്താ പറയണേന്ന് ചോദിക്കും. അപ്പം മനു പറയും ഇവിടെ എന്താണ്, അമ്മയ്ക്കൊരു മാറ്റവും ഇല്ല, പഴയ മഴി തന്നെ. മറ്റുള്ളവരെ കുറ്റം പറയാം. പ്രത്യേകിച്ച് നീ ശരണ്യനെ സ്വാധീനിച്ചാണ് രോഹിത്തിനെ ഇറക്കി എന്നുള്ളതാണ് പറയണത്. മനുവേട്ടനെ അറിയാലോ, ഞാൻ അങ്ങനെ ഒരു എനിക്ക് നിന്നെ അറിയില്ല. അമ്മ പറയണതിന് ഞാൻ മറുപടി പറയാനും പോവില്ല. അമ്മ പറഞ്ഞ അമ്മയുടെ ആ ഒരു ദേഷ്യം തീരുമ്പോൾ നിർത്തിക്കോളും. എന്തായാലും നാളെ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം നമ്മുടെ രോഹിത്ത് ഇനി അങ്ങോട്ടുള്ള മാനസികാവസ്ഥ എത്രത്തോളം. കാരണം രോഹിത്തിന് വേണ്ടിയിട്ട് ബാലചന്ദ്രനും അലീനയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണമെന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയൊന്നും രോഹിത് മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും രോഹിത്തിൻ്റെ സിറ്റുവേഷൻ ഇനി എന്തായി തീരും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളെ വരാനിരിക്കുന്ന മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് പ്രൊമോയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.